ഈ ഓട്ടോയുടെ പിന്നാലെ ചെന്നെത്തുന്നത് ഒരു 3 റോഡുകൾ ചേർന്ന ഒരു ജംഗ്ഷനിലേക്കാണ്. വലതുവശത്താണ് പോക്കറ്റ് റോഡ്. ബസ്സിനെ ഓവർടേക്ക് ചെയ്യണം. പെട്ടെന്നാണ് ഇദ്ദേഹം ഇൻഡിക്കേറ്റർ ഇട്ടത്. അപ്പോൾ ഈ പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വരുന്ന ആളെ കണ്ടതേയില്ല. മറ്റേ ആൾ ഇൻഡിക്കേറ്റർ ഇട്ട് മുന്നോട്ട് പോയപ്പോഴാണ് എതിർവശത്ത് നിന്ന് ഒരു വാഹനം വന്നത്. അത് നമ്മുടെ കാഴ്ചയിലേ ഇല്ലായിരുന്നു. അപ്പോൾ വാഹനം ഒന്ന് സ്ലോ ആയി. അദ്ദേഹം തിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നാൽ ബസ്സിനെ മുന്നോട്ട് ഓവർടേക്ക് ചെയ്തേക്കാം എന്ന രീതിയിൽ സ്പീഡപ്പ് ചെയ്തപ്പോഴാണ് ഈ പോക്കറ്റ് റോഡിലെ ആൾ ഈ ഓട്ടോയുടെ വലത്തേക്ക് തിരിഞ്ഞ ഓട്ടോയുടെ മറവിൽ കൂടി മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അത് നമുക്ക് കാഴ്ചയിലേ വരാത്ത ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പോക്കറ്റ് റോഡ്സിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ട്രാഫിക് ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ വേണ്ടി. ഇത് ആ റോഡിൻ്റെ ബാക്ക് വ്യൂ ആണ്. ഈ വാഹനത്തിൻ്റെ പുറകിൽ മറ്റു വാഹനങ്ങളില്ലേ ഇല്ല. ഇത് പോക്കറ്റ് റോഡിൽ നിന്ന് വന്ന ആൾ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം വലത്തേക്ക് തിരിഞ്ഞ വാഹനത്തിൻ്റെ മറവിൽ കൂടിയാണ് കയറിയത്. അപ്പോൾ അദ്ദേഹത്തിനും ഈ റോഡ് കാണാൻ സാധിക്കുന്നില്ല. ശരിക്കും അദ്ദേഹം അവിടെ നിർത്തി ട്രാഫിക് ഉണ്ടോ, മെർജ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ വേണ്ടി. അല്ലാതെ വരുന്ന വഴിക്ക് തന്നെ ഇങ്ങ് കയറുന്നു എന്ന രീതിയിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കിനും എന്ന രീതിയിൽ വാഹനം മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വലത്തേക്ക് തിരിഞ്ഞ വാഹനത്തിൻ്റെ മറവിൽ കൂടി റോഡിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇദ്ദേഹം ഏത് വശത്തു കൂടിയായിരിക്കും മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്തത്?